യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന്റെ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. പുകവലി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തെത്തിയ പ്രതിയായ സുരേഷ് കുമാറിനോട് പെൺകുട്ടികൾ മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് സുരേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചത്. സുരേഷ് കുമാർ 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷമാണ് ട്രെയിനിൽ കയറിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വധശ്രമം അടക്കമുള്ള 6 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടർ ലഭിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഹരിമോഹനും TV പ്രസാദുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം ഹരിമോഹനിലേക്ക് പോകാം. ഹരി, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പുകവലിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് വന്നു. അവരതിനെ എതിർത്തു. പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ടിയിരുന്ന ഇയാൾ വീണ്ടും പ്രകോപിതനാവുകയും ഇവരെ ആ പെൺകുട്ടിക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു എന്നാണ്. മറ്റു വിശദാംശങ്ങൾ എന്താണ്? എത്ര വലിയ ക്രൂരതയാണ് നടന്നത്? വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതായത് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്താണ്, പ്രതിയുടെ ആക്രമണം ഏത് രീതിയിലുള്ളതായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ്. അതായത് ഈ സംഭവം നടന്ന ദിവസം മുതൽക്കുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ബാറുകൾ, കോട്ടയത്തെ അതിരമ്പുഴയിലും നാഗമ്പടത്തുമുള്ള 2 ബാറുകളിൽ കയറി മദ്യപിച്ച ശേഷമാണ് പ്രതിയും പ്രതിയുടെ ഒരു സുഹൃത്തും ചേർന്ന് കേരള എക്സ്പ്രസിന്റെ ഏറ്റവും പുറകിലുള്ള ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്. ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഉടൻ തന്നെ ഈ സുഹൃത്തിന്, അതായത് പ്രതിയുടെ സുഹൃത്തിന് സീറ്റ് ലഭിക്കുകയായിരുന്നു. ആ സീറ്റ് ലഭിച്ചതോടെ സുഹൃത്ത് അവിടെ ഇരുന്നു. അതിനുശേഷം പ്രതി അവിടെ നിന്ന് നടന്ന് ശുചിമുറിയുടെ അടുത്തേക്ക് പുകവലിക്കാനായി എത്തി. ആ പുകവലിക്കാനായി അവിടെ എത്തി ശുചിമുറിക്കും ഈ വാതിൽപ്പടിയുടെ തൊട്ട് ഇടയ്ക്ക് നിന്നാണ് ഇയാൾ പുകവലിക്കുന്നത്. അവിടെ വാതിൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ സുഹൃത്തും എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ വെച്ച് ഇയാൾ പുകവലിക്കുന്നു. പെൺകുട്ടികളുടെ അടുത്തേക്ക് ഈ പുകവലിച്ചുകൊണ്ട് നടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇവർ അതിനെ എതിർക്കുകയാണ്. പുകവലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ പരാതിപ്പെടും എന്നുള്ളതാണ് പെൺകുട്ടികൾ ഇയാളോട് പറയുന്നത്. അതോടുകൂടി പ്രകോപിതനായ പ്രതി അവിടെ ഇരുന്ന പെൺകുട്ടികളിൽ ഈ ഇരയായ ശ്രീകുട്ടി എന്ന് പറയുന്ന കുട്ടിയുടെ മുതുകിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു. അതോടുകൂടി കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ് ചെയ്തത്. ഇത് കണ്ട് നിലവിളിച്ച കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും ചവിട്ടി താഴെയിടാൻ ശ്രമിച്ചെങ്കിലും ആ കുട്ടി ഈ പ്രതിയുടെ കാലിൽ തൂങ്ങി കിടന്നുകൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. അപ്പോഴേക്കും മറ്റു യാത്രക്കാർ ഓടി വന്ന് കുട്ടിയെ പിടിച്ച് കയറ്റുകയായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് പുകവലിച്ചുകൊണ്ട് ഇയാൾ അവിടെ നിൽക്കുന്നു, വലിയ രീതിയിലുള്ള മദ്യലഹരിയിൽ നിൽക്കുന്നു. ഈ രൂക്ഷമായ ഗന്ധം സഹിക്കവയ്യാതെയാണ് ഈ പെൺകുട്ടികൾ ഇയാളോട് അവിടെ നിന്ന് മാറിപ്പോവുകയോ പുകവലിക്കരുതെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നത്. അതിനുശേഷം ഇയാൾ പരാതിപ്പെടും എന്നുകൂടി പറഞ്ഞപ്പോഴാണ് ഇയാൾ പ്രകോപിതനായി കുട്ടിയെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയത്. കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി ഈ കുട്ടികളെ ആക്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. 2 പേരെയും കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ നിലവിൽ 6 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിൽ ഈ വധശ്രമം അടക്കമുള്ള വകുപ്പുകളും ഒപ്പം തന്നെ ഈ യാത്രക്കാരെ ഉപദ്രവിക്കുന്നതും യാത്രക്കാരെ ഈ ശല്യമാകുന്നതും അടക്കമുള്ള റെയിൽവേ പോലീസ് ആക്ടിലെ വകുപ്പുകളും ചുമത്തിക്കൊണ്ടാണ് നിലവിൽ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. ഇതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഈ പ്രതിക്കൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും സുഹൃത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. ഇയാളായിരുന്നു തുടക്കം മുതൽക്ക് തന്നെ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത്. മദ്യത്തിന്റെ അങ്ങേയറ്റം ലഹരിയിലായിരുന്നു ഇയാൾ. മാത്രമല്ല അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത വിധത്തിലുള്ള രൂക്ഷമായ ഗന്ധമായിരുന്നു ഇയാൾക്കുള്ളത്. കാരണം 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടാണ് ഇയാൾ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് യാത്രക്കാർ ഉണ്ടാവുകയും ചെയ്യും. ഇവർക്കിടയിൽ കൂടെ ഇയാൾ നടക്കുകയായിരുന്നു. മാത്രമല്ല ഈ ശുചിമുറിയുടെയും വാതിൽപ്പടിയുടെയും ഇടയ്ക്കുള്ള സ്ഥലത്ത് പോയിട്ടാണ് ഇയാൾ പുകവലിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യത്തിലേക്ക് കടന്നത്. അവിടെയായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നതും. അവിടെ നിന്ന് പുകവലിക്കുക മാത്രമല്ല ഈ കുട്ടികളുടെ അടുത്തേക്ക് കൂടി ചെല്ലുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് അവരെ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ അവരോട് മോശമായി ഏതെങ്കിലും നിലയിൽ പെരുമാറണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രതിയുടെ ഉദ്ദേശം എന്നുള്ളതാണ് നമുക്ക് റിമാൻഡ് റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് പരാതിപ്പെടും എന്നുള്ള കാര്യം ഇവർ പറയുന്നത് പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ ഈ താഴേക്ക് വീണ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയാണ് ഈ പരാതിപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് നേരെ ആദ്യം ആക്രമണം ഉണ്ടാകുന്നതും. അവിടെ വാതിൽപ്പടിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് മുതുകിലേക്ക് ആഞ്ഞു ചവിട്ടിയപ്പോഴാണ് കുട്ടി താഴേക്ക് തെറിച്ചു വീഴുന്നത്. അതിൽ 2ാമത്തെ കുട്ടി കാലിൽ പിടിച്ചതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ആക്രമണത്തിന്റെ ഒരു സ്വഭാവം വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണേണ്ടതുള്ളത്. ഒരുപക്ഷെ രണ്ടുപേരും താഴെ വീഴുന്ന നിലയിൽ പോകണം. പ്രസാദ്, അതാണ് പെട്ടെന്നുള്ള ഒരു പ്രകോപനം എന്ന നിലയ്ക്കല്ല ഇത്. ഇയാൾ ക്രിമിനൽ മനസ്ഥിതി ഉള്ള ആളാണ്.
അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തിന് കൂടി ചവിട്ടി തെറിപ്പിക്കുന്നത് ഈ കുട്ടി എന്നതാണ്. രണ്ടുപേർക്ക് നേരെയും അക്രമം നടത്താൻ പാഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, മദ്യപിച്ചാണ് ഈ കമ്പാർട്ട്മെന്റിൽ കയറുന്നത്. മാത്രമല്ല അവിടെ നിന്ന് പുകവലിക്കുകയും ചെയ്യുന്നു. യഥേഷ്ടം എന്തും ചെയ്യാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുകൂടി വേണം കരുതാൻ, അല്ലേ? അതുതന്നെയാണ് വിനീത. അതായത് റെയിൽവേയിൽ ഒരു സുരക്ഷിതത്വവും ഇല്ല എന്നതിൻ്റെ തെളിവായിട്ട് ഇത് വരികയാണ്. നമ്മൾ നേരത്തെ ഉണ്ടായ ഒരു ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോഴുള്ള ഒരു കഥ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു സംശയമുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കടന്നത് എന്ന്. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ ഒരു ചിത്രം മനസ്സിലാകുന്നത്. ഇത്രയേറെ മദ്യാസക്തിയിലുള്ള ആളുകൾ ട്രെയിനിനകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറിയതിന് ശേഷം അവർക്കവിടെ എന്തും ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ റെയിൽവേയുടെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അതായത് എന്തും ചെയ്യാനുള്ളൊരു ഇടമായി നമ്മുടെ കമ്പാർട്ട്മെൻറ്റുകൾ മാറുന്നു എന്നുള്ളതാണ്. ആ കുട്ടികൾ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് 2 പേരും ഇതുപോലെ സമാനമായി പുറത്തേക്ക് വീഴാനുള്ളതായിരുന്നു. രണ്ടാമത്തെ കുട്ടി അർച്ചന ഈ പ്രതിയുടെ കാലിൽ തൂങ്ങി പിടിച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം 2 പേരെയും ചവിട്ടിയിരിക്കണം എന്ന് തന്നെയാണ്. ചവിട്ടി പുറത്തേക്കിടുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മദ്യലഹരിയിൽ അയാളത് ചെയ്തിട്ടുണ്ടാവുക. ഈ ബാത്റൂമിലേക്ക് കയറുന്നതിൻ്റെയും അതുപോലെ തന്നെ ആ ഡോറിൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പിൽ വെച്ച് പുകവലിച്ചു. ആ പുകവലി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിനെ തുടർന്ന് പരസ്പരം തർക്കമുണ്ടായി, പരാതിപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് സുരേഷിൻ്റെ നേരത്തെയുള്ള ശീലത്തിൻ്റെ ഭാഗമായി ഇവരെ മർദ്ദിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഭാര്യയെ മർദ്ദിച്ചതിൻ്റെ വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നേരത്തെ പോക്കറ്റടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള സുരേഷ് കുമാർ മദ്യലഹരിയിൽ ഇവരെ 2 പേരെയും ചവിട്ടി പുറത്തേക്കിടാനുള്ള ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു അപകടാവസ്ഥയിൽ ഒരു യാത്രക്കാരൻ നിൽക്കുന്ന സമയത്ത് പോലും ആരെയും ഒന്ന് വിളിക്കാനോ അതല്ലെങ്കിൽ ഒന്ന് അറിയിക്കാനോ ഉള്ള സംവിധാനം പോലും നമ്മുടെ കോച്ചുകളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആകെയുള്ളത് പണ്ടേയുള്ള അപായച്ചങ്ങലയല്ലാതെ ഒരു അലാറം മുഴക്കുന്നതിനുള്ള ഒരു സ്വിച്ചോ അതല്ലെങ്കിൽ പെട്ടെന്ന് RPFനെയോ പോലീസിനെയോ വിളിക്കാനുള്ള അവിടേക്ക് തിരിച്ച് വിളിക്കാനുള്ളൊരു സംവിധാനമോ ഒന്നും നമ്മുടെ കമ്പാർട്ട്മെൻറ്റുകളിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടോൾ ഫ്രീ നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും കൃത്യമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മദ്യപിച്ച് ട്രെയിനിൽ കയറുന്നവർക്ക് യഥേഷ്ടം എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യം ട്രെയിനിനകത്ത് ഉണ്ട് എന്നുള്ളത് കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് അത് ലജ്ജിപ്പിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോഴാണ് എത്ര ഭീകരമായിട്ടാണ് ആ കമ്പാർട്ട്മെൻറ്റിൽ നടന്നത് എന്നതിൻ്റെ ചിത്രമാണ് മനസ്സിലേക്ക് വരുന്നത് വിനീത.